ആസ്പെർഗിലസ് നൈഗർ എന്ന് പറയുന്ന ഒരു തരം പോയിസൺ ആണ് ഇത് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ സവാളക്കകത്ത് ഉണ്ടാകുന്നത് ഗ്ലൈക്കോ ആൽക്കാലോയിഡ് എന്ന് പറയുന്ന ഒരു പോയിസൺ ആണ് ഇത് ഈ കാണുന്നത്. ഉരുളക്കിഴങ്ങ് ഇതെന്ന് പറയുന്നത് സവാള. ഈ രണ്ട് ഐറ്റങ്ങളും ഇല്ലാത്ത അടുക്കള നമ്മുടെ ഇന്ത്യയിൽ തന്നെ ഉണ്ടാകത്തില്ല. അപ്പം ഈ രണ്ട് സാധനങ്ങളും നമുക്ക് ശരിക്കും പറഞ്ഞാൽ നമ്മൾ കഴിക്കേണ്ട രീതിയിൽ കഴിച്ചില്ലെങ്കിൽ അല്ലെങ്കിൽ നോക്കേണ്ട രീതിയിൽ വാങ്ങിയില്ലെന്നുണ്ടെങ്കിൽ വലിയ അപകടം ഉണ്ടാക്കുന്ന ഒരു തരം വിഷമാണ് ഈ ഇരിക്കുന്ന രണ്ട് ഐറ്റങ്ങളും. ഉരുളക്കിഴങ്ങ് ഒരിക്കലും മുളച്ച ഉരുളക്കിഴങ്ങുകൾ ആരും വാങ്ങിച്ച് ഉപയോഗിക്കാൻ പാടില്ല കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു ഉരുളക്കിഴങ്ങിന് ചിലപ്പം ചില പച്ച ഷെയ്ഡുകൾ വരും. പോയിസൺ ആണ്. ആ പോയിസന്റെ പേര് എന്ന് പറയുന്നത് ഗ്ലൈക്കോ ആൽക്കാലോയിഡ് എന്ന് പറയുന്ന ഒരു പോയിസൺ ആണ് ഇത് ഈ കാണുന്നത്. അപ്പോൾ ഒരു കാരണവശാലും നിങ്ങളുടെ വീട്ടിലിങ്ങനെ മുളച്ചതോ അല്ലെങ്കിൽ പച്ച ഷെയ്ഡ് വന്ന ഉരുളക്കിഴങ്ങ് ഉണ്ടെന്നുണ്ടെങ്കിൽ പൂർണ്ണമായിട്ടും ആ ഒരു ഉരുളക്കിഴങ്ങ് നിങ്ങൾ ഒഴിവാക്കുക തന്നെ വേണം. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഹാഫ് പാർലൈസ്, അതായത് നമ്മുടെ ഒരു വശം തളർന്ന് നമുക്ക് കിടപ്പിലാവുന്ന രീതി വരെ എത്തിക്കാൻ കഴിവുള്ള ശേഷിയുള്ള ഒരു പോയിസൺ ആണ് ഈ പറയുന്ന ഉരുളക്കിഴങ്ങിൽ അടങ്ങിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇങ്ങനെ കൂട്ടിയിട്ട് കഴിയുമ്പോൾ ഈ സവാളക്കകത്ത് ഉണ്ടാകുന്ന ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു സവാള ഉണ്ടോ, അതിനകത്ത് നമുക്ക് കറുത്ത പൊടി പോലെ ഒരു സാധനം നമുക്കിങ്ങനെ കയ്യിലെടുക്കുമ്പോൾ കേട്ടോ, ഈ കറുത്ത പൊടിയാണ് നമുക്ക് ജീവൻ വരെ ഇല്ലാതാക്കാൻ കഴിയുന്ന ശേഷിയുള്ള ഒരു സാധനമാണ് സവാളക്കകത്തുള്ളത്. ആസ്പെർഗിലസ് നൈഗർ എന്ന് പറയുന്ന ഒരു തരം പോയിസൺ ആണ് ഇത് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് ഒരു തരം ഫംഗസ് ആണ് കേട്ടോ. ഈ ഫംഗസ് നമ്മുടെ ശരീരത്തിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് വളരെയധികം ദോഷം ഉണ്ടാക്കുന്ന, നമ്മുടെ ജീവന് വരെ ആപത്തുണ്ടാക്കുന്ന കാര്യമാണ് ഈ കാണുന്ന ഈ കറുത്ത പൊടി. അത് കറുത്ത പൊടി വരുന്ന ഈ ഫംഗസിനെ നമുക്കങ്ങ് ആ തൊലി നമുക്ക് ആദ്യം ഇളക്കി കളയാം കേട്ടോ. ഈ ഇളക്കിയ തൊലി ഒന്നുകൂടി ഇരിപ്പുണ്ട്. ഈ തൊലിയും കൂടെ നമ്മൾ കുറച്ച് കൂടുതൽ, ഒന്നെങ്കിൽ അത് എടുത്ത് കളയാൻ നിങ്ങൾക്ക് താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ കുറച്ച് കൂടുതൽ തൊലി ഇളക്കി കളഞ്ഞ ശേഷം മാത്രമേ നമ്മൾ ഇതിനെ ഉപയോഗിക്കാൻ പാടുള്ളൂ.